പുതുമന ഗോൾഡ് ഹൗസ് കാഞ്ഞങ്ങാട് ആൻഡ് പയ്യന്നൂർ. ഫോൺ കാഞ്ഞങ്ങാട് 046722022122, പയ്യന്നൂർ 049852088837, മൊബൈൽ 8590982506. ഒരു കാലത്ത് മലയോര കർഷകരുടെ പങ്കുവയ്ക്കലിന്റെയും വിളവെടുപ്പ് കാലത്തെ ഒത്തുചേരലിന്റെയും പ്രതീകമായിരുന്നു കപ്പവാട്ടൽ. നാണ്യവിളകൾ കൃഷിയിടം കൈയടക്കിയതോടെ കപ്പ നടുന്നതും വിളവെടുക്കുന്നതും വിരളമായി. അങ്ങനെ കപ്പവാട്ടലും വല്ലകാലത്തെയും ഒരു കാഴ്ചയായി മാറുകയും ചെയ്തു. കപ്പവാട്ടലിന്റെ ആ നല്ല കാലത്തെ ഓർമ്മപ്പെടുത്തി കർഷകർ കപ്പവാട്ടലിനായി ഒത്തുചേരുകയാണ് ഇപ്പോൾ മലയോരത്ത് പലയിടങ്ങളിലും. കുടിയേറ്റ നാളുകളിലെ കാർഷിക സമൃദ്ധിയെയും മലയോര കർഷകരുടെ ഒരുമയെയും ഓർമ്മിപ്പിക്കുകയാണ് ജോസ്ഗിരിയിലെ ഒരു വീട്ടിൽ നിന്നും പകർത്തിയ കപ്പവാട്ടലിൻ്റെ ദൃശ്യങ്ങൾ. ഒരു കാലത്ത് അരി പോലെയോ അതിനേക്കാൾ അധികമോ മലയോര ജനതയുടെ പ്രധാന ഭക്ഷ്യവിഭവമായിരുന്നു കപ്പ. ലോകം സാമ്പത്തിക പ്രതിസന്ധിയിലായ കാലത്തൊക്കെയും കപ്പപ്പുഴുക്കും കട്ടൻ കാപ്പിയും കഴിച്ചാണ് മലയോരത്തെ മനുഷ്യരിൽ പലരും ജീവൻ നിലനിർത്തിയതും മണ്ണിൽ പൊന്നു വിളയിച്ചതും. കൃഷിയിടങ്ങൾ റബ്ബർ പോലുള്ള നാണ്യവിളകൾക്ക് വഴിമാറിയപ്പോൾ മലയോരത്തു നിന്ന് കപ്പ കൃഷിയും അപ്രത്യക്ഷമായി. പടിഞ്ഞാറൻ നാടുകളിൽ നിന്നും വരുന്ന പച്ചക്കപ്പ കടകളിൽ നിന്ന് വാങ്ങി വല്ലപ്പോഴും കപ്പ തിന്നുന്നതും പതിവായി. എന്നാൽ കോവിഡ് കാലം വീണ്ടും കപ്പ കൃഷിയുടെ വ്യാപനത്തിന് വഴിതെളിച്ചു. ഇപ്പോൾ മലയോരത്ത് മിക്കയിടത്തും കപ്പ കൃഷിയുണ്ട്. അതുകൊണ്ട് കർഷക കുടുംബങ്ങൾ ഒത്തുചേർന്നുള്ള കപ്പവാട്ടലും തിരിച്ചു വന്നു. കപ്പ പറിച്ചുകൂട്ടി കുട്ടയിൽ അളന്നെടുത്ത് പുറന്തൊലി ചിരണ്ടി ആവശ്യമായ അളവിൽ ചെത്തി കഷ്ണങ്ങളാക്കുന്നതാണ് കപ്പവാട്ടലിൻ്റെ ആദ്യപടി. പിന്നെ വലിയ ചെമ്പിലോ വട്ടളത്തിലോ വെള്ളം നിറച്ച് കപ്പ കഷ്ണങ്ങൾ അതിലേക്കിട്ട് പാതി വെന്ത നിലയിൽ കോരിയെടുത്ത് ഉണക്കിയെടുത്താൽ വാട്ടുകപ്പയായി. വാട്ടുകപ്പ നാളുകളോളം സൂക്ഷിച്ചു വെച്ച് പിന്നീട് വേവിച്ച് ഭക്ഷണമായി മാറ്റാം എന്നതാണ് പ്രത്യേകത. പുതിയ തലമുറയ്ക്ക് കപ്പവാട്ടലൊന്നും വലിയ കാര്യമല്ലെങ്കിലും മധ്യവയസ്സ് കഴിഞ്ഞവർക്ക് ഈ ഒത്തുചേരൽ ഒരു നൊസ്റ്റാൾജിക് അനുഭവം തന്നെയാണ്. ചേട്ടയുടെ ഒരു അനുഭവമൊക്കെ പറഞ്ഞു. ഈ പണ്ട് മുതലേ കപ്പവാട്ടിൽ നമ്മുടെ നാട്ടിലെ ഇങ്ങനെ ആളുകൾ ഭയങ്കര എന്താ പറയാ, ഇങ്ങനെ തലേശയൊക്കെ ഞങ്ങൾ വന്ന് കപ്പയൊക്കെ പറിച്ചിടും ആൾക്കാരൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് കുറെ പെണ്ണുങ്ങളെയും കൂടി എല്ലാവരും കൂടിയിട്ട് പറിച്ചും ചെട്ടും ചുമന്ന് ഇവിടെ കൊണ്ടിടും. എന്നിട്ട് ഒരു 10 മണിയാകുമ്പോഴത്തേക്കും കാപ്പിയൊക്കെ കുടിക്കും. എന്നിട്ട് എല്ലാവരും കൂടി വട്ടത്തിൽ ഇരുന്നോട്ട് അരിക്കും. പിന്നെ ഒരു 11 മണി 10 ആകുമ്പോൾ ചെമ്പ് തീയ വെക്കും. എന്നിട്ട് പിന്നെ അരിച്ചിലും വാട്ടും എല്ലാവരും കൂടി സഹകരിച്ച് ഒരു 5-5:30 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ തീരും. ചിലപ്പോൾ 7-8 മണിയൊക്കെ ആവും. അങ്ങനെയൊക്കെയാണ് പല കാലത്ത്. അങ്ങനെ അയൽവാസികളും എല്ലാവരും നാട്ടുകാരൊക്കെ സഹായ സഹകരണങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇന്നിപ്പോ കപ്പ കൃഷി കുറഞ്ഞു. ഇന്നിപ്പോ കപ്പ കൃഷി കുറഞ്ഞു. അത്രയും കപ്പയില്ല. പണ്ട് കാലത്തൊക്കെ പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ ഒരു 5 മണിയാകുമ്പോഴത്തേക്കൊക്കെ ഒരു 5-8 ചെമ്പ്, അതായത് 3 കൊല്ലം കൊള്ളുന്നൊരു ചെമ്പിന് ഒരു 10 ചെമ്പൊക്കെ വാട്ടും. ഇന്നൊന്നുമില്ല. അപ്പോൾ കപ്പയുടെ കൃഷിയുടെ എണ്ണങ്ങളെല്ലാം കുറഞ്ഞു. കാട്ടുപന്നിയുടെ ശല്യം, എലിയുടെ ശല്യം എല്ലാം കൂടെ ഭയങ്കര ശല്യങ്ങളായിട്ട് കർഷകന് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ കാലസ്ഥിതി. എങ്കിലും ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു കപ്പ കാലത്തൊക്കെ ഉള്ളൂ. അപ്പം അപൂർവം ഇപ്പോൾ ഇങ്ങനെ കിട്ടാനുള്ള സുലഭമായ ഒരു സമയമാണ് ഇപ്പോൾ. അപൂർവം തന്നെയാണ് ഈ കപ്പ കൃഷിയൊക്കെ. വലിയ സന്തോഷമുണ്ട്. എല്ലാവരും അതിനകത്ത് സന്തോഷിക്കുന്നു, നന്നായിട്ട് കൂടുന്നു, പണി ചെയ്യുന്നു. കപ്പ പറിച്ച് പച്ചക്കപ്പയായി കടകളിലെത്തിച്ചാൽ തുച്ഛമായ തുകയെ കർഷകന് ലഭിക്കൂ. എന്നാൽ വാട്ടുകപ്പയ്ക്ക് ന്യായമായ വില ലഭിക്കുന്നുണ്ട്. കാട്ടുപന്നി ശല്യമാണ് കപ്പ കൃഷിയിൽ നിന്നും മലയോര കർഷകരെ പിന്തിരിപ്പിക്കുന്ന പ്രധാന കാരണം. എങ്കിലും അരിവില കുത്തനെ കുതിക്കുന്ന കാലത്ത് കപ്പ കർഷക കുടുംബങ്ങളുടെ ബജറ്റ് ചോർത്താത്ത ഭക്ഷ്യവിഭവമായി മാറിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. വിവാഹങ്ങളും കുടുംബങ്ങളിലെ ആഘോഷങ്ങളും വരുമ്പോൾ ഏറ്റവും വലിയ ചിന്ത സ്വർണം എവിടുന്ന് വാങ്ങൂ എന്നതാണ്. വെറുതെ അവിടുന്ന് ഇവിടുന്ന് വാങ്ങിയാൽ പോരാ. പരിശുദ്ധി, വിശ്വാസ്യത എല്ലാം നോക്കണം. അതിനിപ്പോൾ അധികം ആലോചിക്കാതെ പോകാൻ പറ്റുന്ന ഒരിടമേ ഉള്ളൂ. പുതുമ നഷ്ടപ്പെടാത്ത സ്വർണ്ണാഭരണങ്ങളുടെ പുതുപുത്തൻ ഡിസൈനുകളും കളക്ഷനുകളുമായി നമുക്ക് മുന്നിലുണ്ട് പുതുമന ഗോൾഡ് ഹൗസ്. കേരള, കൽക്കത്ത, രാജ്കോട്ട്, നാഗാസ്, ടർക്കിഷ്, ടെമ്പിൾ തുടങ്ങിയ ഡിസൈനുകളുടെ അതിവിപുല ശേഖരം. നിങ്ങൾ ആവശ്യപ്പെടുന്ന ഡിസൈനുകൾ ഉത്തരവാദിത്തത്തോടെ എത്രയും പെട്ടെന്ന് ചെയ്തു തരുന്നു. പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റ് വില. വിവാഹ പാർട്ടികൾക്ക് 2% മുതൽ പണിക്കൂലി. എല്ലാ ആഭരണങ്ങൾക്കും HUID മുദ്രണം. വാഹന പാർക്കിങ്ങിന് പ്രത്യേക സൗകര്യം. പുതുമന ഗോൾഡ് ഹൗസ് കാഞ്ഞങ്ങാട് ആൻഡ് പയ്യന്നൂർ. ഫോൺ കാഞ്ഞങ്ങാട് 046722022122, പയ്യന്നൂർ 049852088837, മൊബൈൽ 8590982506.